വീണ്ടും മോദിക്ക് കൈയടിച്ച് തരൂർ. ഇതോടെ അടിയന്തര യോഗം വിളിച്ച് സോണിയാഗാന്ധി. തൻ്റെ വസതിയിൽ വന്ന് KC വേണുഗോപാലിനെ വരെ പുറത്താക്കി രാഹുൽ 30 മിനിറ്റ് അടിയന്തരമായി ശശി തരൂരിനെ കേട്ടിട്ടും വീണ്ടും പിണക്കങ്ങളിലേക്കൊന്നും പോകാതെ ചേർത്ത് നിർത്തിയിട്ടും തരൂർ വീണ്ടും വഞ്ചന കാണിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ച് വിശ്വപൗരപ്പട്ടം പാർട്ടിക്കപ്പുറത്ത് എന്തു തോന്നിവാസവും കാണിക്കാനുള്ള ആയുധമല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് ഉറപ്പിച്ചു പറയുന്നത്. കേരളത്തിൽ അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ വാർ റൂം വരെ പ്രിയങ്ക നേരിട്ട് തുറക്കുമ്പോൾ വീണ്ടും തരൂർ മോദിയെ പുകഴ്ത്തി രംഗത്തെത്തി. യുക്രൈനും റഷ്യയ്ക്കും ഒരുപോലെ സ്വീകാര്യനായ വ്യക്തിയാണ് മോദിയെന്നും ലോകസമാധാനം സ്ഥാപിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്നും തരൂർ പറഞ്ഞുകൊണ്ടാണ് തരൂരിൻ്റെ പുകഴ്ത്തൽ. സംഘർഷത്തിൻ്റെ തുടക്കത്തിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ താൻ വിമർശിച്ചിരുന്നു. എന്നാൽ താൻ പറഞ്ഞത് തെറ്റായിപ്പോയി എന്നും ശശി തരൂർ ഇവിടെ കൂട്ടിച്ചേർക്കുമ്പോൾ ഇവിടെ ഉരുകിയില്ലാതാകുന്നത് കോൺഗ്രസ് ആണ്. അതുമാത്രവുമല്ല, മോദിയുടെ നയത്തെ എതിർത്തത് അബദ്ധമായി എന്നുകൂടി തരൂർ എടുത്തു പറയുമ്പോൾ അതേറ്റുപിടിക്കുകയാണ് സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ. ഞാൻ ഒരു ഭാരതീയൻ എന്ന നിലയിലാണ് ഇതെല്ലാം പറഞ്ഞത് എന്നും തരൂർ അടിവരയിട്ട് പറയുമ്പോൾ ഇതെന്തിനുള്ള പുറപ്പാടാണ് ഈ വിശ്വപൗരൻ എന്നാണിപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പോലും ചോദ്യമുയർത്തുന്നത്. കഴിഞ്ഞ ഡൽഹി സമ്മേളനത്തിൽ സകല കേരള നേതാക്കളും പങ്കെടുത്തപ്പോൾ ഖാർഗെയും രാഹുലും പ്രിയങ്കയും അടക്കം നേതാക്കൾ ഒരേ സ്വരത്തിൽ പറഞ്ഞത് വിഭാഗീയതകൾക്കും ഗ്രൂപ്പുകൾക്കും അപ്പുറത്ത് ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കണമെന്നാണ്. ഇവിടെ ഒരു കാര്യം കൂടി അവർ എടുത്തു പറയുന്നുണ്ട്. താൻ പോരിമ പറഞ്ഞു ആരും നടക്കരുത് എന്നതാണത്. പക്ഷേ തരൂരിൻ്റെ ഇപ്പോഴത്തെ ഈ വാതുറക്കലും മോദിയെ പുകഴ്ത്തലും കണ്ടാൽ എന്ത് ഹൈക്കമാൻഡ്, ഇതൊന്നും തന്നെ ബാധിക്കില്ല എന്ന മട്ടിലാണ് വീണ്ടും വീണ്ടും തരൂർ മോദിക്ക് മാത്രം കൈയടിക്കുന്നത്. കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം പറയുന്നത് അക്ഷരം പ്രതി ഐക്യത്തോടെ നേതാക്കൾ മുഴുവനും അനുസരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ ഒരാൾ മാത്രം അതിനു മുകളിലൂടെ പറക്കാൻ ശ്രമിക്കുന്നത്, അതും രാജ്യത്തെ ഇത്രയധികം കുട്ടിച്ചോറാക്കി വർഗീയത മാത്രം വിളമ്പി മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂടത്തിൻ്റെ തലവനെയാണ് ഇങ്ങനെ വിശ്വപൗരൻ പുകഴ്ത്തുന്നത് എന്നോർക്കണം. ഇത് വെച്ച് പൊറുപ്പിക്കാനാവില്ല എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി വീണ്ടും വീണ്ടും പറയുന്നത്. ചേർന്ന് നിൽക്കണമെന്ന് എത്രയോ ആവർത്തി തരൂരിനോട് രാഹുൽ പറഞ്ഞിട്ടുണ്ട്. യോഗം ചേർന്ന് പിരിഞ്ഞപ്പോഴും അവസാനമായി അതുമാത്രമേ രാഹുലിന് പറയാനുണ്ടായിരുന്നുള്ളൂ. കോൺഗ്രസിൻ്റെ കേന്ദ്രം സദാസമയവും തരൂരിൻ്റെ വാക്കുകളും പ്രവൃത്തിയും നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണിത്. എന്നിട്ട് പോലും തരൂരിന് കുലുക്കമില്ല എന്നാണ് കഴിഞ്ഞ ദിവസം നടത്തിയ മോദി പുകഴ്ത്തലിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തെ പിന്തുണച്ച് ശശി തരൂർ രംഗത്തെത്തിയിരുന്നു. വ്യവസായ മേഖലയിൽ കേരളം കൈവരിച്ച നേട്ടത്തെ പുകഴ്ത്തിയുള്ള തരൂരിൻ്റെ ലേഖനവും വലിയ വിവാദമായിരുന്നു. അതേസമയം മോദിയെ പുകഴ്ത്തിയ ശശി തരൂരിൻ്റെ പരാമർശം BJP ഏറ്റെടുത്തിട്ടുണ്ട്. അതിനു തെളിവാണ് പരാമർശം സുരേന്ദ്രൻ Xൽ പങ്കുവച്ചത്. ഇനി കനത്ത അടി തന്നെയാണ് തരൂരിനെ കാത്തിരിക്കുന്നത് എന്ന് പറയാം.